ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓർ വെൽക്കം ടു മൈ ചാനൽ. അങ്ങനെ കുറേ നാൾക്ക് ശേഷം ദാ ഒരു ലോങ് വീഡിയോ ആണ് കേട്ടോ. അതും ഒരു ട്രാവൽ വ്ളോഗ്. കൂട്ടത്തിൽ ഇതാ ഒരു സമ്മർ മോർണിംഗ് കൂടി കാണിക്കുന്നുണ്ട്. രാവിലെ തന്നെ ഇതാ കുറച്ച് മുല്ല കിട്ടി. മുല്ലപ്പൂ ഇഷ്ടമല്ലാത്തവര് ആരും ഉണ്ടാവില്ല അല്ലെ. ഞാൻ എന്തായാലും ഇപ്പൊ കുറച്ച് അഡിക്റ്റ് ആണ്. മുല്ല കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് വിട്ടാലോ. അങ്ങനെ അതാ ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു 8:40 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങി. ഞാൻ നല്ല നെയ്റോസ്റ്റും നാസി പുട്ടുമായിരുന്നു. അങ്ങനെ ഫുഡും കഴിച്ചിട്ട് ഞങ്ങൾ പോവുകയാണ്. ഇനിയിപ്പോൾ എന്താ പരിപാടി? ഈ മുല്ലയൊക്കെ ഒന്ന് കോർത്തെടുക്കണം. സത്യം പറഞ്ഞാൽ ഈ ഒരു മുല്ലയിൽ ഞാൻ നല്ല പോലെ ഒബ്സേസ്ഡ് ആയിക്കണം. അതുകൊണ്ട് തന്നെ സൂചി നൂലൊക്കെ എടുത്തിട്ടാ പോന്നെ. എന്തായാലും മുല്ലപ്പൂ ഇഷ്ടമല്ലാത്തോല് കുറവാവൂലേ. ഈ പ്രാവശ്യം എന്തായാലും എനിക്ക് കുറെ മുല്ലൊക്കെ കിട്ടി. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാട്ടോ. അങ്ങനെ മുല്ലപ്പൂവൊക്കെ കോർത്ത് നമ്മൾ പോണത് ഊട്ടിക്കാണേ. അതിന്റെ ഇടയിൽ ഞാൻ എങ്ങോട്ടാ പോണത് എന്നുള്ള കാര്യം പറയാൻ മറന്നുപോയി. ഇനി ഞാനൊരു കാര്യം പറയാം. ഈ ഒരു വ്ളോഗിൽ കാര്യമായിട്ടൊന്നും കാണാനുണ്ടാവില്ല. കാരണം ഒരു പ്ലാനിങ്ങും ഒരു എക്സ്പെക്ടേഷനും ഇല്ലാത്ത ട്രിപ്പാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ഊട്ടിക്ക് തന്നെ പോണത് പ്ലാൻ ചെയ്യുന്നത്. എങ്ങോട്ടേലൊന്ന് പോവാന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അത് പിന്നെ ലാസ്റ്റ് ഊട്ടിയിൽ തന്നെ വന്നുപെട്ടു. വർഷത്തില് ഒരു തവണയെങ്കിലും വന്നു പോണ ഒരു സ്ഥലമാണ് ഊട്ടി. എന്നാലും കറങ്ങി തിരിഞ്ഞതാ ഇവിടെ തന്നെ എത്തും. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്താന്നറിയില്ല. ഈ ഒരു തേയിലത്തോട്ടും ഈ ഒരു ക്ലൈമറ്റും ഇവിടുത്തെ മനുഷ്യന്മാരൊന്നും കണ്ടില്ലെങ്കിൽ എന്തോ പോലെയാ. ഊട്ടിക്ക് പോണ വഴിയിലാണ് ഈ ഒരു നീഡിൽ റോക്ക് വ്യൂ പോയിന്റ്. അപ്പോൾ പിന്നെ അവിടെ കൂടെ ഒന്ന് ഇറങ്ങി. കഴിഞ്ഞ തവണ ഊട്ടിക്ക് പോന്നപ്പോഴാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ ഒരു പ്ലേസ് കണ്ടത്. കാര്യമായിട്ട് അവിടെ ഒന്നും കാണാനില്ലെങ്കിലും നാസിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അവിടെ. കാരണം നാസിക്ക് ഈ കാറ്റിന്റെയും ഇലകളുടെ ഒക്കെ സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാട്ടോ നാസിക്ക് ഈ ഒരു പ്ലേസ് ഇത്ര ഇഷ്ടമായത്. എനിക്കാണെങ്കിൽ വലിയ താല്പര്യമൊന്നും ഇല്ല. കാരണം നട്ടുച്ചക്കാണ് ഈ പോകുന്നത്. പിന്നെ ഈ ഒരു വ്യൂ ഒക്കെ കാണണമെങ്കിൽ ഇങ്ങോട്ട് വരുന്ന വേണം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കുറച്ച് മഴയൊക്കെ ഉണ്ടായതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഈ പ്രാവശ്യം നല്ല ചൂടായതുകൊണ്ട് ആ രസമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ കുറച്ചു നേരം കാറ്റൊക്കെ കൊണ്ടിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങാണ്. ഇനിയിപ്പോ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മൾ ഊട്ടി തന്നെ. ഊട്ടിലേക്ക് എത്തിയപ്പോ ഞങ്ങൾ ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയതാ. ലഞ്ചിന്റെ ടൈം ആയിട്ടുണ്ടെങ്കിലും വല്ലാണ്ട് വിശപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഈ ചായമേൽ ഒതുക്കിയിരിക്കണേ. കൂട്ടത്തിൽ ഞാനൊരു ഊട്ടി സ്റ്റൈൽ മാഗി കൂടി പറഞ്ഞേ. ഊട്ടിയിലെ തണുപ്പത്ത് ആ ഒരു ചൂട് മാഗി കഴിക്കാൻ വേറൊരു ടേസ്റ്റ് തന്നെയല്ലേ. നാസി ആണെങ്കിൽ ഒരു ബ്രെഡ് ഓംലെറ്റ് കൂടെ പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം, ഊട്ടിയിൽ വലിയ തണുപ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നാട്ടിലത്തെ ചൂടുന്ന് ഒരു സമാധാനം അത്രമാത്രം. അങ്ങനെ അവിടെ നിന്ന് പോന്നപ്പോ ഒരു ഉപ്പിലിട്ട മാങ്ങ കൂടി കഴിച്ചു. ഈ ഒരു വ്യൂ കാണുമ്പോഴാണ് ഊട്ടി എത്തി എന്നുള്ളൊരു ഫീല് വരിക. ഒരു 2 മണി 2:30 ആയപ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ. അതിൻ്റെ ഉള്ളിലേക്ക് കയറണ്ടേ എന്നൊരു ഡൗട്ടിൽ വന്നതാണെങ്കിലും അവസാനം കയറാന്ന് വെച്ചു. കയറുന്നതിന് മുമ്പായിട്ട് ഈ ഒരു സ്പ്രിംഗ് പൊട്ടേറ്റും മാംഗോ ഒക്കെ ആയിട്ട് മേടിച്ചു. എന്നിട്ട് ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിൽ കയറി ഞങ്ങൾ എക്സിറ്റ് കൂടെ തന്നെ തിരിച്ചിറങ്ങിക്കണം. അവിടെ പണ്ടത്തെ ആ ഒരു വൈബൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. എന്തായാലും ഇവിടെ വരെ വന്നതിലെ ചെറിയൊരു പർച്ചേസിങ് കൂടി ചെയ്തു. എന്നിട്ട് പിന്നെ കുറച്ചു നേരം കാറിൽ കിടന്നിറങ്ങി. പിന്നെ ഒരു 4 മണി 4:30 ആയപ്പോഴാണ് അടുത്ത ഡെസ്റ്റിനേഷൻ തപ്പി ഇറങ്ങിയത്. ഞങ്ങൾ ഈ പോണത് ഒരു ടൂറിസ്റ്റ് പ്ലേസോ മറ്റോ ഒന്നും അല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങളും വഴി തെറ്റി വന്നതാണ്. പിന്നെ നല്ല ഭംഗിയുള്ള സ്ഥലം ആയതുകൊണ്ട് തന്നെ ആ ഭംഗി ആസ്വദിച്ച് കുറച്ച് അങ്ങനെ പോയി. എനിക്ക് ഈ ഊട്ടി നോർമലി എക്സ്പ്ലോർ ചെയ്യാനുള്ള ഇഷ്ടം ഇങ്ങനെ കാണാനാണ്. ആരും പോവാത്ത ആരും കാണാത്ത കുറെ സ്ഥലങ്ങൾ കാണണം. കുറെ ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യില്ലേറെ കൂടുതലും ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനാണ് ഞാൻ നോക്കല്. നമ്മൾ ഇതുവരെ കാണാത്തതും പോവാത്തതും ആയിട്ടുള്ള പ്ലേസ് കൂടെ പോണ രസം വേറെ ഏത് ട്രിപ്പിനും കിട്ടൂല. അത് എത്ര പ്ലാൻ ചെയ്ത് എക്സ്പെക്ട് ചെയ്ത് വന്നാലും. അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഊട്ടിന്റെ അവസാനത്തിലെത്തിക്കണം. ഇനി അങ്ങോട്ട് കാണുന്നതൊക്കെ വേറെ വില്ലേജ് ആണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ട്രിപ്പിൽ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. എന്നാലും എൻ്റെ വൈബിൽ ഇങ്ങനെ ട്രിപ്പ് അടിക്കാനാണ് എനിക്കിഷ്ടം. അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. പിന്നെ ഞാൻ ഊട്ടിയിൽ വരുന്നത് ഈ ഒരു ഫ്ലവർ പറിക്കാൻ കൂടിയാണ്. ഊട്ടിയിൽ വന്നിട്ട് ഈ ഒരു ഫ്ലവർ പറിക്കുന്നത് വേറൊരു വൈബും. ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ ഈ ഒരു ഫ്ലവർ സെയിലിന് വെക്കുന്നുണ്ട്. അവിടുന്ന് മേടിക്കണതിൽ എനിക്ക് വലിയ താല്പര്യം ഇല്ല കേട്ടോ. ഊട്ടിൽ തന്നെ എല്ലാ സൈഡിലും ഉണ്ടാവും ആ ഫ്ലവർ. അതിമന്ന് പറിച്ചെടുത്താൽ പോരെ. എന്തായാലും മേടിച്ചു കൊണ്ടുപോകണില്ലാതെ ത്രില്ലല്ലത് അത് പറിച്ചെടുക്കണതിനല്ലേ. പാവണ്ടിന്റെ നാസി കുറേ വണ്ടി ഓടിച്ച് ക്ഷീണിച്ചു. ഇനി നമുക്ക് എന്തേലൊക്കെ ഇട്ടൊന്ന് കഴിക്കാം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഇവിടെ നിന്ന് ഒരു നൂഡിൽസ് കഴിച്ചിരുന്നു. അതെനിക്ക് വളരെയധികം ഇഷ്ടമായതുകൊണ്ട് അങ്ങോട്ട് തന്നെ വന്നു. ഇവിടെ കൂടുതലും ചൈനീസ് ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. അങ്ങനെ ഞാനൊരു ചിക്കൻ നൂഡിൽസും നാസി പൊറോട്ടയും കൂടി കഴിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ലാന്ന് കണ്ടപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇതിപ്പോ എന്തിനാണ് ഊട്ടിക്ക് വന്നതെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല. വെറുതെ ഇങ്ങനെ വണ്ടിയിൽ കറങ്ങാൻ അത്ര തന്നെ. ഞങ്ങൾ വന്നത് ഊട്ടി പോലും ഇറങ്ങിയിട്ടുണ്ടാവില്ല. ഊട്ടിയിൽ കുറേ ടൂറിസ്റ്റ് പ്ലേസ് കാണാനുണ്ട്. പക്ഷെ അതൊന്നും കാണാൻ ഞങ്ങൾക്ക് രണ്ടാൾക്കും മൂടില്ലേന്ന്. ഇത് പെട്ടെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ കോടിറങ്ങിയതായി കരുതി. പിന്നെ മനസ്സിലായത് അത് തീ കത്തിക്കണതാണെന്ന്. എന്തായാലും അത് വിട്ടുന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു കോടമഞ്ഞ് പോലെ. പിന്നെ അടുത്തൊക്കെ എത്തിയപ്പോൾ ഒരു ചെറിയ പേടിയൊക്കെ തോന്നി. സ്ഫോടനം പോലെ.
തിരിച്ചു പോരുന്ന വഴിയില് വൈക്കടവൊക്കെ എത്തിയപ്പോഴാണ് ഈ ഒരു മറൈൻ എക്സ്പോ കണ്ടത്. എന്നാ പിന്നെ അവിടെ കൂടെ ഒന്ന് കയറാന്ന് വെച്ചു. അതിന്റെ സ്റ്റാർട്ടിങ് ഇതാ കുറച്ച് ബേർഡ്സും അനിമൽസും ഒക്കെ ആയിട്ടായിരുന്നു. ആദ്യം കുറച്ച് കൂട്ടിലിട്ട ബേർഡ്സും അനിമൽസും ഒക്കെ ആയിരുന്നു. അതും കഴിഞ്ഞ് വരുമ്പോഴാണ് മറൈൻ എക്സ്പോ തുടങ്ങുന്നത്. ഈ മറൈൻ എക്സ്പോ കോട്ടക്കലും കോഴിക്കോടൊക്കെ വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. ആ ആഗ്രഹം എന്തായാലും ഇപ്പൊ സാധിച്ചിരിക്കണ്. അങ്ങനെ കുറെ ക്യൂട്ടായിട്ടുള്ള മീനൊക്കെ കണ്ടു വന്നപ്പോഴാണ് ഈ ഒരു ഐറ്റം കാണുന്നത്. ഞാൻ ഈ കേഡ്രാമയിലും കാർട്ടൂൺസിലും മാത്രമാണ് മെർമെയ്ഡ്സിനെ കാണുന്നത്. ഇതെന്തായാലും ഹ്യൂമൻ മെർമെയ്ഡ് ആണേ. അത് കഴിഞ്ഞ് വരുമ്പോഴാണ് ഇങ്ങനെ ഒരു സ്പോട്ടിൽ എത്തുന്നത്. പണ്ട് കാലത്തെ എല്ലാ തരം മിഠായികളും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. മാത്രല്ല ഇങ്ങനത്തെ കുറെ ഫാൻസി ഐറ്റംസും. ഞാനിതുവരെ നേർച്ചക്കും പൂരത്തിനൊന്നും പോകാത്തതുകൊണ്ട് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാ. നേർച്ചക്കും പൂരത്തിനും മാത്രം കണ്ടുവരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇത്. പണ്ട് എന്റെ ഫ്രണ്ട്സിന്റെ കയ്യിലൊക്കെ ഇങ്ങനത്തെ മോതിരം കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്കും അങ്ങനത്തെ ഒരു മോതിരം ഇടണം എന്ന്. അതെന്തായാലും ഇപ്പൊ സാധിച്ചു. പെട്ടെന്ന് ആരുടെ പേര് എഴുതണം എന്ന് ചോദിച്ചപ്പോൾ നാസിന്റെ പേരാട്ടോ എനിക്ക് വന്നത്. ഇത്തിരി ക്രിഞ്ചാണെങ്കിലും കിടക്കട്ടെ എന്റെ കയ്യിൽ വന്ന്. അങ്ങനെ കുറച്ചു നേരം അവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ നമ്മളൊരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.